മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നാണ്? റബീഉൽ അവ്വൽ 12 AD 571. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എവിടെയാണ്? മക്കയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് അബ്ദുള്ള, മാതാവ് ആമിന ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിച്ച വർഷം? ഹിജ്റ 10-ാം വർഷത്തിൽ. നബിക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ആര്? പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഏത്? ഖുറൈശി ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസ്ഥലമായ മക്ക ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? സൗദി അറേബ്യയിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം? ഖുർആൻ. അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ്? അബൂ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിനിടയിൽ എത്ര ഉംറയാണ് നിർവഹിച്ചത്? 4. 1 ഉംറത്തുൽ ഹുദൈബിയ, 2 ഉംറത്തുൽ ഖദാ, 3 ജുറാനയിൽ നിന്ന്, 4 ഹജ്ജിൻ്റെ കൂടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്? 1. മുഹമ്മദ് എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്? 4 തവണ. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വായിക്കപ്പെടുന്നത്. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്ര? 53. ഹിജ്റ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ച സ്വഹാബി ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ഫതഹിലെ 29-ാമത്തെ ആയത്ത്. ആദ്യം വഫാത്തായ പ്രവാചക പത്നി? ഖദീജ ബീവി. പ്രവാചക ഭാര്യമാർ അറിയപ്പെടുന്നത്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആര്? അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് കരുണയാണെന്ന് അറിയിക്കുന്ന ആയത്ത് ഏത് സൂറത്തിൽ? സൂറത്തുൽ അംബിയ 107-ാം സൂക്തത്തിൽ. ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത് എത്ര വർഷമാണ്? 4 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ വിവാഹം ചെയ്യുമ്പോൾ വയസ്സ് എത്ര? 25. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലയളവ് എത്ര കാലമാണ്? 23. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ആരംഭിക്കുന്നത് എത്രാം വയസ്സിൽ? 40. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ചത് എവിടെ വെച്ചാണ്? ഹിറാ ഗുഹയിൽ. ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതാൻ പറഞ്ഞത് ഏത് ആയത്താണ്? ഇഖ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചത് ആരാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി പ്രബോധനം നടത്തുകയും സ്വഹാബികൾക്ക് ഉപദേശം നൽകുകയും ചെയ്ത കേന്ദ്രം? ദാറുൽ അർക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ശ്രദ്ധിക്കാൻ ആഹ്വാനം ചെയ്ത് ഇറക്കിയ സൂറത്ത്? സൂറത്തുൽ അബസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ട് ത്വാഹ സൂറത്ത് കേട്ട് ഇസ്ലാം സ്വീകരിച്ച മഹാൻ? ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ കിടന്നത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു. സ്വർഗീയവാസികളായ യുവാക്കളുടെ നേതാക്കന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത് ആരെയെല്ലാമാണ്?
ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സ്വഹാബി സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധത്തിന് ഖുർആൻ നൽകിയ പേരെന്ത്? യൗമുൽ ഫുർഖാൻ. ബദർ യുദ്ധവേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സ്വഹാബി ഹുബാബ് ഇബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആമുൽ ഫീൽ അഥവാ ആനക്കലഹ വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഏത്? തിങ്കളാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയം സുബ്ഹിയോടടുത്ത സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് എവിടെ വെച്ചാണ് മരണപ്പെട്ടത്? മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവാ എന്ന സ്ഥലത്ത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക കന്യക ആയിഷ റളിയല്ലാഹു അൻഹ. ഷുഅബ് അബി തോലിബിൽ അബൂ തോലിബിൻ്റെ വീട് ഉപരോധ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിഞ്ഞ ഏക ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ നാമം ബനു ഹാഷിം. ഹംസ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട യുദ്ധം ഉഹദ് യുദ്ധം. ഏതു ഗോത്രത്തിൻ്റെ സഹായം പ്രതീക്ഷിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിലേക്ക് പോയത്? സഖീഫ് ഗോത്രത്തിൻ്റെ. ഇസ്ലാമിൽ ആദ്യമായി അമ്പ് എറിഞ്ഞ സ്വഹാബി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. നാളെ ലോകാവസാനം ആണെന്ന് അറിഞ്ഞാൽ പോലും ഇന്ന് ഒരു മരം നടാൻ നാം മടിക്കേണ്ടതില്ല. ഇങ്ങനെ പറഞ്ഞതാര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധത്തിന് പോകുമ്പോൾ തൊപ്പിക്കകത്ത് നബിയുടെ മുടി തുന്നിപ്പിടിപ്പിച്ച സ്വഹാബി ആര്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. നബിയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജ്റ എത്രാം വർഷമായിരുന്നു? ഹിജ്റ 10-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്നവരുടെ മാതാവ് മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ. മദീനയുടെ പഴയ പേര് യസ്രിബ്. ഹലീമ ബീവിയുടെ ഗോത്രം ഏത്? ബനു സഅദ് ഗോത്രം. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിറക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്നത് ആരുടെ വാക്കുകൾ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ ഏർപ്പെട്ട ജോലി എന്തായിരുന്നു? ആട് മേയ്ക്കൽ. ഹിറാ ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജബലുൻ നൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഹിജ്റ പോകുന്നതിനിടെ അവർക്ക് ഭക്ഷണം എത്തിച്ചത് ആര്? അസ്മാ ബിൻത്ത് അബൂബക്കർ. സൈഫുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. സൂറത്ത് മുജാദലയിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ സ്വഹാബി വനിത ആരാണ്? ഖസ്റജ് ഗോത്രക്കാരിയായ കൗല ബിൻത്ത് സാലബ. അബ്ദുൽ മുത്തലിബിൻ്റെ എത്രാമത്തെ പുത്രനായിരുന്നു നബിയുടെ പിതാവായ അബ്ദുല്ല റളിയല്ലാഹു അൻഹു? 10ാമത്തെ പുത്രൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ പേര് കസ്വ. ഹലീമ ബീവിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉമ്മു കബ്ഷത്ത്. ഏതു പ്രവാചകൻ്റെ പരമ്പരയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം? ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ. ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരാളുടെ റൂമിൽ വെച്ച് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചിട്ടുള്ളൂ. ഏതാണ് ആ ഭാര്യ? ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നമസ്കരിച്ച ഏക ഭാര്യ സൈനബ ബിൻത്ത് ഖുസൈമ റളിയല്ലാഹു അൻഹ. ആദ്യത്തെ വേദഗ്രന്ഥം തൗറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആദ്യ പുരുഷൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പ്രബോധനം നടത്തിയ കാലം 10 വർഷം. ഖുർആനിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ മൂസ അലൈഹിസ്സലാം. ലോക വനിതകളിൽ അല്ലാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ മറിയം ബീവി.
ഖുർആനിൻ്റെ സൂക്ഷിപ്പുകാരി ഹഫ്സ റളിയല്ലാഹു അൻഹ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത്? ആയത്തുദ്ദൈൻ, സൂറത്തുൽ ബഖറയിലെ 282 ആയത്ത്. നബി വഹി അടിസ്ഥാനത്തിൽ വിവാഹം ചെയ്തതാരെ? സൈനബ് ബിൻത്ത് ജഹ്ഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം നടത്തിയ കാലം 13 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രധാനി ആര്? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇസ്മായിൽ നബിക്ക് അള്ളാഹു കനിഞ്ഞേകിയ സംസം കിണർ ഇടക്കാലത്തു നഷ്ടപ്പെട്ടിരുന്നു. അത് പുനഃസ്ഥാപിച്ചത് ആരാണ്? അബ്ദുൽ മുത്തലിബ്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? സുമയ്യ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഏറ്റവുമധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. 2024 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ ജന്മദിനമാണ്? 1499. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് വറ്റിപ്പോയ തടാകം? സാവ തടാകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനും നബിയുടെ മരുമകനുമായ സ്വഹാബി ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം? റമളാൻ. ഉമ്മാൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞതാര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം? തൊലഅൽ ബദ്റു അലൈന എന്ന് തുടങ്ങുന്ന ഗാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പിതൃവ്യൻ്റെ പേരെന്ത്? അബൂ ലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത്? മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കുന്നത് നുബുവ്വത്ത് ലഭിച്ചതിൻ്റെ എത്രാമത്തെ വർഷമാണ്? 10ാമത്തെ വർഷത്തിൽ. പ്രവാചകത്വത്തിൻ്റെ 10ാം വർഷം ദുഃഖവർഷം എന്നറിയപ്പെടാൻ കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങായിരുന്ന അബൂ ത്വാലിബും ആ വർഷമാണ് മരണപ്പെട്ടത്. മുഹമ്മദി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? പ്രശംസനീയമായ. ആദ്യത്തെ ഖലീഫ ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം? അൽ അമീൻ. നബിദിനം ദേശീയ അവധിയായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? VP സിംഗ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെയാണ്? കൂഫ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പൂർണ്ണനാമം? മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ. സിഹാഹു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ ഏവ? സ്വഹീഹു ബുഖാരി, സ്വഹീഹു മുസ്ലിം, അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി എന്നിവ. ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖലീഫ? ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിയുടെ 2 പെൺമക്കളെ റുക്കിയ, ഉമ്മു കുൽസും എന്നിവരെ വിവാഹം ചെയ്തു. ബദർ യുദ്ധവേളയിൽ പ്രവാചകൻ വടികൊണ്ട് അണി ശരിയാക്കിയപ്പോൾ വേദനിച്ചെന്നും പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞ സ്വഹാബി? സവാദ് റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫയെ ചാട്ടവാറ് കൊണ്ടടിച്ച കൂഫയിലെ ഗവർണർ? യസീദ് ബിൻ ഹുബൈറ. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു.
ഖുർആനിൽ എത്ര പ്രവാചകന്മാരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്? 25. ഉഹദ് യുദ്ധത്തിൽ നബി തങ്ങൾ അവിടുത്തെ മാതാപിതാക്കളെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഏതു സ്വഹാബിയോടാണ്? സഅദ് ഇബ്നു അബി വഖാസ്. അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അബുൽ മസാക്കീൻ എന്ന് നബി തങ്ങൾ സ്ഥാനപ്പേര് വിളിച്ച സ്വഹാബി ആര്? ജഅഫർ ബിൻ അബി ത്വാലിബ്. മാതാവ് നിര്യാതയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്? 6 വയസ്സ്. ഇസ്ലാമിൽ ആദ്യമായി രക്തസാക്ഷിയായത് ഏത് സ്വഹാബി? ഉബൈദ് ബിൻ ഹാരിസ്. സംസം വെള്ളം ആരുടെ കാലിന് അടിയിൽ നിന്ന് ഉറവയെടുത്ത വെള്ളമാണ്? ഇസ്മായിൽ നബി. ബദറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അടിമത്തത്തിൽ നിന്ന് മുക്തമാകാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 300 ഈത്തപ്പനകൾ നട്ടുപിടിപ്പിച്ച് ഏത് സ്വഹാബിയെയാണ് സഹായിച്ചത്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഓമനപ്പേരുകൾ എന്തെല്ലാം? അബുൽ ഹസൻ, അബൂ തുറാബ്. ഖുർആൻ പേരെടുത്തു പറഞ്ഞ് ശപിച്ച വ്യക്തി? അബൂ ലഹബ്. വിശുദ്ധ ഖുർആനിൽ ആകെ എത്ര ബിസ്മികളാണുള്ളത്? 111. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എവിടെ വെച്ചാണ്? മദീനയിൽ വെച്ച്. മദീന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രബുദ്ധ നഗരം. കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എന്ന്? റബീഉൽ അവ്വൽ 12-ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്.